ആളുകൾക്കൊന്നും സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കോഴ്സ് പോരാ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്യണം. അത് റെയർ ആയിട്ടുള്ള, ഇതൊക്കെ മാം കോമൺ അല്ലേ, കുറച്ച് റെയർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം പറയുമോ എന്നാണ് ചോദിക്കുന്നത്. ഫോറിനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം. ആരും നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഹിഡൻ സാധനം ഉണ്ടാവും. പിള്ളേരെല്ലാം പറയുന്നത് ഫ്രീ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങളൊരു ഗ്രാജുവേറ്റ് അല്ല ആവുന്നത്. ഗ്രാജുവേറ്റിന് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ അവിടെ നിന്ന് കടക്കണം. എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ തൊലിയുടെ നിറത്തിനെ വെച്ചിട്ട് നിങ്ങളെ കാണാൻ കൊള്ളില്ല ഈ ഡയലോഗ് അടിക്കരുത്. ഓക്കെ, നിങ്ങളെല്ലാവരെയും നല്ലതായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഈ ഡിഫറൻസ് വരുന്നത്. നിങ്ങളൊരു ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി, എനിക്ക് തോന്നുന്നു 1000, 2000, 3000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അവരുടെ അടുത്ത് ഒരു 2 മണിക്കൂറായിട്ട് ഇരുന്നൊരു ക്ലാസ് എടുക്കും. നിങ്ങൾ അതിനൊരു വേസ്റ്റായിട്ട് കാണാതെ. ഇതുപോലെ തന്നെ ഇൻ യുവർ പ്രൊഫഷണൽ സ്പേസ് യു മൈറ്റ് ബി ഇൻട്രാക്ടിങ് വിത്ത് എ ലോട്ട് ഓഫ് ചിൽഡ്രൻ. ഇവരുടെയൊക്കെ ക്രൈറ്റീരിയാസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഡീല് ചെയ്യുമ്പോൾ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ആർ ഫോർമോസ്റ്റ് ഇൻ യുവർ മൈൻഡ് ആസ് എ കരിയർ എക്സ്പേർട്ട്? ഒരു കരിയർ എക്സ്പേർട്ട് എന്ന നിലയിൽ പലതരത്തിലുള്ള പല ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഓഫ് സൊസൈറ്റിയിലുള്ള ആളുകളെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇവരിൽ ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഒരു കരിയർ എക്സ്പേർട്ട് എന്ന നിലയിൽ നമ്മളൊരു കരിയർ ഇതിന് വേണ്ടി ഇരിക്കുമ്പോൾ എപ്പോഴും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും സ്റ്റോറി നമ്മൾ അറിയണം. അത് 2 പെർസ്പെക്റ്റീവിൽ അറിയണം. ഒന്നെന്ന് പറയുന്ന പാരൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിലും ഒന്ന് ചൈൽഡിൻ്റെ പെർസ്പെക്റ്റീവിലും. ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും ഈ 2 പെർസ്പെക്റ്റീവും കോൺട്രഡിക്റ്റ് ചെയ്യാണ്. ഇവർ പറയുന്നതല്ല അവർ പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക ഒരു സൈക്കോളജിക്കൽ സെഷനിൽ മാത്രമേ ഇത്തരം ഒരു കാര്യത്തിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാതെ പക്ഷേ അല്ല. കരിയറിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തരിലും ആ ഒരു പർട്ടിക്കുലർ കരിയറിൽ എത്തണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന തോട്ട് പ്രോസസ്സ് എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ്, നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും സയൻറ്റിഫിക് ടെസ്റ്റ് വിൽ ഹെൽപ്പ് us ടു ഫൈൻഡ് ദി ആപ്റ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് സ്റ്റെപ്പ് is ടു നോ ദ സബ്ജക്ട് നോളജ് ഓഫ് ദി ചൈൽഡ്. ഇത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഷോയിങ് ദ ചൈൽഡ് ഹസ് ഗോട്ട് ഗ്രേറ്റ് ടെക്നിക്കൽ സ്കിൽ സെറ്റ്സ്. ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം കുട്ടി എഞ്ചിനീയറിംഗിൽ ചേർത്ത് എന്തായിരിക്കും അവസ്ഥ? ഫിസിക്സും കണക്കും അമ്പേ പോക്കാണ്. കുട്ടി പാസ്സാവുമോ? കുട്ടി അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ എൻജിനീയറിംഗ് ആയിരിക്കില്ല അവിടെ, ഇറ്റ് മേ ബി സംതിങ് എൽസ്. അത് കുട്ടിക്ക് സബ്ജക്റ്റിലുള്ള നോളജും അത് പഠിക്കാനുള്ള ശേഷിയും, അതായത് ആ സബ്ജക്റ്റ് എടുത്താൽ പാസ്സാവണമല്ലോ, അതിന് എത്രമാത്രം ശേഷിയുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അവിടെ സബ്ജക്ട് നോളജ് ഇസ് ഗോയിങ് ടു പ്ലേ എ ക്രൂഷ്യൽ റോൾ. ഇതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയെക്കുറിച്ച് അറിയണം. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇപ്പോൾ സ്കോളർഷിപ്സ് ഒക്കെ ഇല്ലേ? തന്നെ അതൊരു ഭയങ്കര തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയും. സ്കോളർഷിപ്സ് പകുതിയിലേറെ കോളേജുകൾ അതിനെ സ്കോളർഷിപ്പ് എന്ന് വിളിക്കും, ഞാൻ അതിനെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ബിക്കോസ് ചില യൂണിവേഴ്സിറ്റികൾ പറയും ഇഫ് യു ഗെറ്റ് എബവ് 95% ഇത്ര % ഫീ റിഡക്ഷൻ ഫ്രം യുവർ ട്യൂഷൻ ഫീ, ഇത്ര ഇത് ഓരോന്നിലും. അതെല്ലാം വരുന്നത് എന്ന് പറയുന്നത് അവരവർക്ക് നല്ലൊരു അലുമിനായി കിട്ടണം, റൈറ്റ്? അപ്പോൾ അതിന് നല്ല പിള്ളേർ അവരുടെ അടുത്തേക്ക് വരണം. ഓഫ് കോഴ്സ് നല്ല കുട്ടികൾ വിൽ ഗോ ടു പ്ലേസസ് ലൈക്ക് IIT, IIST ആ ലെവലിലേക്ക് പോകും. അപ്പോൾ പ്രൈവറ്റ് ആൾക്കാർ ഇങ്ങനെയുള്ള സ്കോളർഷിപ്സ് ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ സ്കോളർഷിപ്പിനെ മാത്രം കണ്ടുകൊണ്ട്, സ്കോളർഷിപ്പ് ഒരു മോശം കാര്യമാണെന്നോ സ്കോളർഷിപ്പ് ഇതാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്, അത് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്കോളർഷിപ്പ് ഇസ് ദെയർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഒരുപാട് സ്കോളർഷിപ്സുകളൊന്നും സത്യത്തിൽ അവൈലബിൾ അല്ല. വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് നമുക്ക് ശരിക്കും സ്കോളർഷിപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തൊക്കെ എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് പോകേണ്ടി വരും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കോളർഷിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് റൈറ്റായിട്ട് നമ്മൾ തപ്പിയെടുക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻ സമയത്ത് നമ്മൾ കൊടുക്കണം. ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാവണം. ഇതിന് പിന്നെ ചില പിള്ളേർ പറയാറുണ്ട് ഇപ്പോൾ ഫോറിനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണം. ആരും നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഹിഡൻ സാധനം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതിൻ്റെ കാര്യം ഇതാണ്. ഇപ്പം ജർമ്മനിയിൽ ഫ്രീ നഴ്സിംഗ് എന്ന് പറഞ്ഞ പിള്ളേർ മൊത്തം പോകുന്നു. ഓസ്ബിൽഡിംഗ് എന്ന് പറയുന്ന ഇതിന്, അത് BSc നഴ്സിംഗ് അല്ല, അത് ഡിപ്ലോമ ലെവൽ സാധനമാണ്. എത്ര പേർക്ക് അറിയാം? അത് പിള്ളേരെല്ലാം പറയുന്നത് ഫ്രീ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നു എന്നാണ്. നിങ്ങളൊരു ഗ്രാജുവേറ്റ് അല്ല ആവുന്നത്. ഗ്രാജുവേറ്റിന് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ അവിടെ നിന്ന് കടക്കണം.
അപ്പോൾ ഈ ഫൈനാൻഷ്യൽ കഴിഞ്ഞിട്ടും വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഫൈനാൻഷ്യൽ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഫൈനാൻഷ്യൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, അടുത്ത 4-5 കൊല്ലം നമ്മൾ പഠിക്കാൻ അവിടെ പോയി താമസിക്കാൻ പോവുകയാണ്. അത് വിദേശത്തായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ. അവിടെ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി. ഇപ്പോൾ ചിലപ്പം നമ്മൾ ചെന്നൈ പോയിട്ട് രാവിലെ പുട്ടും കടലയും ഹോസ്റ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടണമെന്നില്ല. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവിടുത്തെ ഫുഡ് കൾച്ചർ ഇങ്ങനെയാണ്. രാവിലെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നതുണ്ടാവും. അപ്പോൾ എനിക്ക് പൊങ്കൽ ഇഷ്ടമില്ലെങ്കിൽ അന്ന് ഞാൻ ബ്രെഡ് ഇസ്തിരിപ്പട്ടീൻ്റെ അടിയിൽ വെച്ച് ചൂടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് തിന്നും എന്ന തോട്ട് പ്രോസസ്സ് ആണെങ്കിൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷേ ചൂടായിട്ട് കിട്ടുന്ന ഈ പറയുന്ന പൊട്ടും കടലക്കറിയെ ഞാൻ തിന്നുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ആ ഫാക്ടറും ഇതിനകത്ത് വിഷയമാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ചിലർ പറയും, ഓക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം എവിടെയും അവൈലബിൾ ആണ്, ഞങ്ങൾ സ്വിഗ്ഗി ചെയ്ത സാധനം ഇങ്ങോട്ട് വരും എന്നുള്ളത്. ഇവിടെയൊക്കെ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട്, അല്ലാതെ ചുമ്മാ ഇതൊന്നും വരാൻ പോണില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ വൈഡായിട്ട് സംസാരിക്കണം, ഡിസ്കസ് ചെയ്യണം. അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കരിയർ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയോ ശ്രീ? നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, നമ്മുടെ കുട്ടികൾ വേറെ ആഗ്രഹിക്കുന്നു. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം അത് തന്നെയാണ്. നമ്മൾക്ക് തോന്നുന്നു നമ്മുടെ കുട്ടി ഈ കാര്യത്തിൽ വളരെ മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണ്, നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന് ഗൈഡ് ചെയ്ത് വിട്ടാലോ. പക്ഷെ കുട്ടി പറയണു, ഇല്ല അതെനിക്കൊരു സൈഡ് ബിസിനസ്സായിട്ട് വെച്ചാൽ മതി, ഇതെൻ്റെ ഒരു കോർ ഏരിയ ആയിട്ട് എനിക്ക് വെക്കണ്ട, ഞാൻ വേറെ ഏരിയയിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുവാണ്. ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഇത് എല്ലാ വീട്ടിലെ പ്രശ്നമാണെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ഈ കരിയർ എക്സ്പേർട്ടായി നിന്നുകൊണ്ട് കൊടുക്കുന്ന ഒരു കരിയർ അഡ്വൈസ് അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് സെഷൻ എന്ന് പറയുന്നത് ഒരു വൺ ടൈം സാധനമായിട്ടല്ല ഞാൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു കരിയർ ഗൈഡൻസിന് ഒരു 2 ഇയർ സാധനമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ 2 ഇയറിൽ വി ആർ വിത്ത് ദെം ആസ് എ മെൻറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഷൻ കഴിയുമ്പോൾ നമുക്കറിയാം ഇത് എവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് നമ്മൾ കുട്ടിയോട് ഫൈനൽ ടോക്ക് നമ്മൾ സംസാരിക്കില്ല. നമ്മൾ പാരൻറ്റിനോട് കൃത്യമായി പറഞ്ഞു കൊടുക്കും, സി ദീസ് ആർ ദി സിറ്റുവേഷൻസ്, ഇത് വെച്ച് ഇപ്പോൾ ഇതിലോട്ട് പോയാൽ ഇന്നതായിരിക്കും ട്രബിൾ. പക്ഷേ നിങ്ങളാണ് ഡിസിഷൻ മേക്കേഴ്സ്. ഇന്ത്യൻ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം യെസ്. അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, അച്ഛനും അമ്മയും സംസാരിച്ച് നിങ്ങളൊരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ലെറ്റ് us sit again. നമ്മൾ ആദ്യം സെയിം പേജിൽ വാ. അത് കഴിഞ്ഞ് നമുക്ക് കുട്ടിയോട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ആ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേ അവിടെ കുട്ടിയുടെ ഒബ്ജെക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആസ് എ മീഡിയേറ്റർ വീണ്ടും ഇവരുടെ അടുത്തേക്ക് വരണം. കാരണം പല കുടുംബങ്ങളിലും അച്ഛനും അമ്മയും മക്കളും തമ്മിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു കാര്യം സംസാരിച്ചാൽ തുടങ്ങി അപ്പടിയാണ്. പിള്ളേർ വന്നിരുന്നിട്ട് കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ പറയും, മാമിനോട് ഇതൊക്കെ പറയാൻ പറ്റുന്നു, അമ്മോടായിട്ട് ഇതും കൂടി പറഞ്ഞ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. പക്ഷേ അമ്മ നല്ല അമ്മയാണ്, തന്നെ അമ്മക്കൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ തന്നെ വീട്ടിൽ മക്കളോടാവുമ്പോഴുന്ന സമയത്ത് ചിലർക്കെന്ന് പറയുന്നത് ഓവർ പ്രതീക്ഷകൾ ഉണ്ടാവുന്നതാണ്. ഞാനോ ഇങ്ങനെയായി പോയി, നീ ഇങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥിരം ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രശ്നമാണ്. പിന്നെ പല വീടുകളിലും അച്ഛൻ എന്ന് പറയുന്നത് കുട്ടികളുടെ കരിയറിൽ വലിയ ഫോക്കസ്ഡ് ആവുന്നില്ല. കാരണം അച്ഛൻ്റെ ജോലിയിൽ ഇത് പോകുന്നു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക, പൈസ ഞാൻ അങ്ങോട്ട് ഇറക്കാം എന്ന് പറയുന്ന ഒരു ഇതിലാണ് അച്ഛൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരമ്മ, അപ്പോൾ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ. ഇനി ഇത് കുട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേനും അമ്മ വേറൊരു ജനറേഷനിൽ നിൽക്കുകയാണ്. നമ്മൾ പറയണതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവില്ല, ഡൈനോസറാണ്. യെസ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആര് വേണം? ഒരാൾ വേണം. അപ്പോൾ ആ റോള് പലപ്പോഴും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ റിയാലിറ്റിയിലല്ലാതെ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ പിള്ളേരെല്ലാം ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി ഗൂഗിൾ ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും, ഗൂഗിളിൽ ഇത് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ കാണുന്ന 1-2 പ്രൊഫഷൻ എടുത്തിട്ട് മാം ഐ വോണ്ട് ടു ബിക്കം ദാറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വളരെ റാൻഡമായിട്ട് ഇപ്പോൾ സ്ത്രീക്ക് തന്നെ ഇങ്ങനെ നോക്കേണ്ടി വന്ന ഏതെങ്കിലും പ്രൊഫഷൻസ് ഉണ്ടോ? ഈ എടുക്കുന്നതെല്ലാം കോമൺ കേട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മോസ്റ്റ് കോമൺ വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ്. അതെന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല. സത്യമായിട്ട് അതാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ദേ വിൽ ജസ്റ്റ് ഗൂഗിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് എ നെയിം ഓഫ് എ ഡെസിഗ്നേഷൻ. ആ ഡെസിഗ്നേഷൻ എടുത്തിട്ട് അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമെന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ പിള്ളേർക്ക് അറിയില്ല അത് എങ്ങനെയാണ് ആവുക, അതിന് എത്ര എഫേർട്ട് ഇടണം. ഇതൊന്നും കോളേജിൽ പഠിച്ച് നമ്മൾ ജസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേനും അപ്പം തന്നെ കോടിക്കണക്കിന് രൂപ കിട്ടുന്നതല്ല. നമുക്കതിന് ഈ കണക്കിൻ്റെ ഇത് മാത്രമല്ല, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ ആവണമെങ്കിൽ. പേരെന്താ ചോദിച്ചാൽ വാതുറന്ന് മര്യാദയ്ക്ക് പറയുന്നില്ല. അപ്പം അതും റിയാലിറ്റിയും തമ്മിലുള്ള ദൂരം ഇവർ മനസ്സിലാക്കണം. ഭയങ്കര ഗ്യാപ്പാണിത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയർ കോഴ്സ് തേടിയുള്ള ആളുകളുടെ പോക്ക്. അതെന്താണ് ആ ട്രെൻഡ്? ആ ട്രെൻഡ് ഒരു വല്ലാത്ത ട്രെൻഡാണ് തന്നെ. കാരണം ആളുകൾക്കൊന്നും സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കോഴ്സ് പോരാ.
ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്യണം. അത് റെയർ ആയിട്ടുള്ള, ഇതൊക്കെ മാം കോമൺ അല്ലേ, കുറച്ച് റെയർ ആയിട്ടുള്ള എന്തെങ്കിലും സാധനം പറയുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു കുട്ടി തപ്പി എടുത്തുകൊണ്ട് വന്ന് ഇങ്ങോട്ട് ചോദിച്ചൊരു സാധനമാണ് പാലിയോ ടെമ്പസ്റ്റോളജി. ഐ ഹേർഡ് ദാറ്റ് നെയിം, പാലിയോ ടെമ്പസ്റ്റോളജി. അപ്പം ഇത് ഈ ഒരു എൻക്വയറി വന്ന സമയത്ത് സ്റ്റാഫ് ഇങ്ങനെ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, മാം ഒരു കുട്ടി സ്പെല്ലിങ് തെറ്റിയതാണോ എന്ന് അറിഞ്ഞൂടാ, പാലിയോ ടെമ്പസ്റ്റ്. ഞാൻ പറഞ്ഞു സ്പെല്ലിങ് തെറ്റിയതല്ല, അത് പാലിയോ ടെമ്പസ്റ്റോളജി ആണ്, അതങ്ങനെ ഒരു കോഴ്സുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴയ മറ്റേ കത്രീനയൊക്കെ പോലുള്ള വലിയ കാറ്റുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ പാലിയോ പഴയ കാലത്തുള്ള ടെമ്പസ്റ്റുകൾ, ആ ടെമ്പസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. എന്തിനു പഠിക്കുന്നു? ഫ്യൂച്ചറിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പാറ്റേണും കാര്യങ്ങളും മനസ്സിലാക്കാനും അതിനെ കുറിച്ചുള്ള ഗവേഷണം നടത്താനും വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്. അടിപൊളി. അതാണ് പാലിയോ ടെമ്പസ്റ്റോളജി എന്ന് പറയുന്നത്. ഇത് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് BSc പാലിയോ ടെമ്പസ്റ്റോളജി ഇല്ല. അത് നമ്മൾ എടുക്കണമെങ്കിൽ പോകേണ്ട സൂപ്പർ സ്പെഷ്യലൈസേഷൻ ആണ് ഇതൊക്കെ. നമ്മൾ ആദ്യം ഒന്നുകിൽ ഈ ജിയോളജി പോലുള്ള കോഴ്സുകൾ എടുത്ത് പോകണം. അപ്പോൾ അതും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് അല്ല എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് എവിടെയെങ്കിലും ഒരു ബന്ധം വരുന്ന രീതിയിൽ പോയി അങ്ങനെ നമ്മൾ എത്തിപ്പെടണം. അതല്ലാതെ ഇതൊന്നും ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോഴ്സുകളല്ല. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വരും. അല്ല, ഇപ്പോഴേ പഴയതുപോലെ ഈ ഞാനൊക്കെ ഗ്രാജുവേറ്റ് ചെയ്തിരുന്ന സമയത്ത് ഭയങ്കര പ്രഷറായിരുന്നു മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. ഇപ്പോഴും അത് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടി കയറിയിട്ടുണ്ട്, പ്രൊഫഷണൽ കോഴ്സസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫൈനാൻസ്, CA, ACCA, CMA, CS. അതും കൂടി കയറിയിട്ടുണ്ട്. ഇവരെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കയറിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു സെറ്റ് കൂടെ കയറിയിട്ടുണ്ട്, അത് സിവിൽ സർവീസ് ആണ്. സിവിൽ സർവീസ് ഇപ്പോഴും അത്രയും റെലവെൻ്റ് ആയിട്ട് ട്രെൻഡിൽ നിൽക്കുന്നുണ്ട്. അത് പിള്ളേർക്ക് ഒരിക്കലും ട്രെൻഡല്ല, ട്രെൻഡ് ആവുന്നത് പാരൻസിനാണ്. പക്ഷേ MBA ഇതൊക്കെ ഇപ്പോൾ ഇല്ല, ഇതൊന്നും ആരും ഇങ്ങനെ ഇതാവാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു വരാറില്ല. മെയിനായിട്ട് വരുന്നത് ഒന്നുകിൽ മെഡിസിൻ, അല്ലെങ്കിൽ ഈ പറയുന്ന എഞ്ചിനീയർ ആകണമെന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഈ പറയുന്ന CA, ACCA വകുപ്പുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ്. ഇത്രയുമാണ് കൂടുതൽ. ഞാൻ പറയുന്നത് ടോട്ടൽ നമ്പർ നോക്കുമ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഈ 4 എണ്ണമാണ്. ഈ 4 ചോദിച്ചിട്ട് പോയാൽ പിന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന വേറെ കോഴ്സുകൾ എന്ന് പറയുന്നത് ഒന്ന് സൈക്കോളജി, ഓക്കെ, 2 ഫോറൻസിക് സയൻസ്. അത് എനിക്ക് തോന്നുന്നു ഉള്ള സിനിമകൾ, ക്രിമിനോളജി. ബിലീവ് മീ, ഈ 3 കോഴ്സുകളും ഇതുകൊണ്ട് പാരൻസ് നല്ലോണം പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ വിചാരിക്കുന്നത് ഈ കോഴ്സുകൾക്കൊന്നും കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഇത് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ക്രൈം സീനിൽ നമ്മളിങ്ങനെ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കയറി വരണു, ആൻഡ് ദെൻ ലൈക്ക് നമ്മൾ അതിൽ നിന്ന് ഒരു സാധനം കണ്ടുപിടിക്കുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണു. സോ റൈറ്റ് ആഫ്റ്റർ 12th ഈ കോഴ്സ് പഠിക്കണു, നമ്മൾ അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുന്നു. ഞാൻ സൈക്കോളജി പഠിക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഒരാൾ ഉറങ്ങി വീഴുന്നു. ഇതൊക്കെ നമ്മൾ BSc കുട്ടികളുടെ ധാരണ അതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ അല്ല എന്നും ഇതിനകത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോറൻസിക് സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കെമിസ്ട്രിയിൽ നല്ല താല്പര്യം വേണം. അപ്പോൾ ഈ കെമിസ്ട്രി 12ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴേ ഇത് കണ്ടുപിടിച്ചവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ കൈയും കാലും ഞാൻ തല്ലി പിടിച്ചതിനെന്ന് 10 പ്രാവശ്യം പിള്ളേർ പ്രാഗിട്ടുണ്ട്. സോ അവരിതെടുത്താൽ എന്താ സംഭവിക്കുക? സോ ഇത് റിയാലിറ്റിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആൻഡ് പറഞ്ഞു കൊടുക്കുമ്പം ഞാനൊരു പ്രൊഫസറിൻ്റെ കോട്ടൊക്കെ ഇട്ടിട്ട് നിന്ന് പറഞ്ഞാലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവരുടെ വൈബിലോട്ട് ഇറങ്ങണം. ഓക്കെ, നമ്മൾ അവരുടെ രീതിയിൽ ശരി പറയുന്നത് എവിടെയായിരുന്നു അവസാനം നീ കണ്ടത്, എവിടുന്നായിരുന്നു സംഭവം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോഴാണ് ആക്ച്വൽ ഇവിടെ നിന്നാണ് ഇത് വന്നത് എന്നുള്ളത് അവർ പറയുക. ആ പോയിന്റ് എത്തിക്കിട്ടിയാലേ നമുക്ക് ഇവരെ കുറച്ചും കൂടെ ഒന്ന് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു കരിയർ എക്സ്പേർട്ടിനെ നമുക്ക് പലപ്പോഴും ഒരു അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് കാണില്ല, ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ ചിലപ്പം ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക നമ്മുടെ കുട്ടിയെ ആക്ച്വലി ആപ്റ്റിറ്റ്യൂഡ് എങ്ങോട്ടാണ് എന്നുള്ളത്? അതായത് എക്സാംസിൻ്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ മാർക്സിനനുസരിച്ചും ചിലപ്പോൾ നമുക്കൊരു ഗൈഡിങ് പോസ്റ്റ് പോലെ എന്തെങ്കിലും കാണുമായിരിക്കും. ആസ് എ പേരൻറ്റ് നമ്മളതെങ്ങനെയാണ് തിരിച്ചറിയുക? നമ്മൾ ഇപ്പോൾ ഒരു CBSEയുടെ കാര്യം എടുത്ത് സംസാരിക്കാം. കാരണം അതാണല്ലോ കോമൺ ആയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നൊരു സിലബസ്. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് 6, 7, 8 ഈ 3 ക്ലാസ്സിലാണ് നമ്മൾ പ്രധാനപ്പെട്ട പല കോൺസെപ്റ്റുകളും പഠിക്കുക. ഇപ്പം പെർസെൻറ്റേജ്, പ്രോഫിറ്റ്, ലോസ്, ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, റേഷ്യോ, ഇതിൻ്റെയൊക്കെ കുറച്ച് ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള പോർഷൻസ് ഒക്കെ 6, 7, 8ലാണ് നമ്മൾ പഠിക്കുന്നത്. കണക്കിൽ ഒരു വിഷയം എടുത്ത് ഞാൻ സംസാരിക്കുകയാണ്. കണക്കിലാണെങ്കിൽ ഈ ഇതിലാണ് നമ്മൾ പഠിക്കുന്നത്. 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേനും നിങ്ങൾക്ക് കുട്ടിയുടെ മാർക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവും. കുട്ടിക്കാലത്ത് നമുക്ക് ഒരുപാട് നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, അതിൽ റോസാപ്പൂക്കൾ വെച്ച പ്രോഗ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും കണ്ട് നമ്മൾ മതിമറക്കണ്ട. ഈ 9ാം ക്ലാസ്സിൽ ഈ കോൺസെപ്റ്റുകളെല്ലാം പഠിച്ച് കുട്ടിയുടെ മാർക്ക് എങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അപ്പോഴും നല്ല രീതിയിൽ വരികയാണ്.
കാരണം ഈ കോൺസെപ്റ്റുകൾ ഉറച്ചിട്ടുണ്ട് എങ്കിലേ അപ്പോഴും മാർക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഒറ്റൊരു പരീക്ഷയുടെ മാർക്ക് വെച്ച് ഒരിക്കലും വിലയിരുത്തരുത്. കാരണം ആ പരീക്ഷയ്ക്ക് കുട്ടി ആ പരീക്ഷയ്ക്ക് മോശമായിട്ട് പെർഫോം ചെയ്തായിരിക്കും. നമുക്കൊരു 3 പരീക്ഷകളുടെ മാർക്കുകൾ നോക്കിയാൽ, അതും 20 മാർക്കിൻ്റെത് നോക്കരുത്, 70 മാർക്കിൻ്റെയോ 80 മാർക്കിൻ്റെയോ ഫുൾ എക്സാം നടക്കുമ്പോൾ ഒരു 3 എക്സാം കൺസിക്യൂട്ടീവായിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കുക 9ാം ക്ലാസ് മുതൽ. ആ 3 എക്സാമിൻ്റെ മാർക്കുകൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സബ്ജക്റ്റിൽ കോർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലിലൂടെയാണോ ആ കുട്ടി വന്നുകൊണ്ടിരിക്കുന്നത് അതോ അല്ലയോ. അതായത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇത് മാത്രമായിട്ട് എടുക്കുക, എല്ലാം നോക്കേണ്ടതാണ്. ഞാൻ എക്സാമ്പിളിന് എടുക്കുകയാണ്. ഇതിലെങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്നു, നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടോ അതോ ഇതിൽ മാർക്ക് ഇങ്ങനെ താഴേക്ക് പടവലങ്ങയുടെ വളർച്ച പോലെ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് നിങ്ങൾ സപ്പോർട്ടും കൊടുക്കുകയാണ്, അതായത് ട്യൂഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാവുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നു. പക്ഷേ ഇത് കയറുന്നില്ല. 3 പ്രാവശ്യം നിങ്ങൾ നോക്കി കൺസിക്യൂട്ടീവായിട്ട് പരീക്ഷയിൽ മാർക്ക് കയറുന്നില്ല. ദാറ്റ് മീൻസ് ആ സബ്ജക്റ്റിൽ കുട്ടി സ്ട്രോങ് അല്ല. പിന്നെ ആ കുട്ടിയെ കൊണ്ടുവന്ന് നിങ്ങൾ 11ാം ക്ലാസ്സിലെ സയൻസിന് ഇട്ടാൽ ദുരന്തമാണ്. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ദുരന്തമാണ്. കാരണം പലപ്പോഴും പാരൻസ് വിചാരിക്കുക എന്ത് കോഴ്സിലേക്കും പോകാമല്ലോ, അതാവുമ്പോഴത്തേന് സയൻസല്ലേ എളുപ്പം, അതിലും PCMB ഫിസിക്സ്, കെമിസ്ട്രി, മാത്ത്, ബയോളജി, സോ ദാറ്റ് എന്തിലേക്കും പോവാം. എഞ്ചിനീയറിംഗ് എങ്കിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ എങ്കിൽ മെഡിസിൻ, വേറെ എന്ത് അപ്പം തീരുമാനിക്കാം. പക്ഷേ ഇത് ടഫസ്റ്റ് കോമ്പിനേഷനാണ് ഇൻ grade 11 and 12. So if the child is not able to cope up with the subjects because the base is not strong, അതാണ് പ്രശ്നം. 9ലും 10ലും ഒന്നും ബേസ് സ്ട്രോങ് ആയി വന്നിട്ടില്ല. കാരണം ഈ 6, 7, 8 ഈ കോൺസെപ്റ്റ് പഠിച്ചത് കുട്ടി നന്നായി പഠിച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലാതെ 11ലും 12ലും ഇതിലേക്ക് വരുമ്പോൾ കുട്ടിക്ക് ഇത് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ പോലും നമ്മൾ ചിലപ്പം മാർക്ക് കണ്ടിട്ട് കുട്ടിയെ, അതായത് 85% മാർക്ക് ഉണ്ട് അതുകൊണ്ട് സയൻസ് നന്നാവും എന്ന് പറഞ്ഞിട്ട് കുട്ടി 11th പോയിട്ട് 60-65% മാർക്കിലേക്ക് വരുന്ന ഒരുപാട് കേസുകളുണ്ട്. അതിൽ പ്രോബ്ലം ഇതാണ്. കാരണം 10th പോർഷൻ ഇത്രയാണെങ്കിൽ 11th പോർഷൻ നേരെ ഒരു ട്രിപ്പിളിലേക്ക് പോവാണ്. 10th നിങ്ങൾ 2 മണിക്കൂർ പഠിച്ചു, നിങ്ങൾക്ക് 90% മാർക്ക് കിട്ടി. ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് യു വിൽ ഗെറ്റ് ദ സെയിം 90% മാർക്സ് ഇഫ് യു പുട്ട് ഇൻ 2 hours of effort. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ 9th തൊട്ട് കണ്ടു തുടങ്ങും. ഡെഫിനറ്റ്ലി കണ്ടു തുടങ്ങും. ഇത് നിങ്ങൾ ശരിക്കും വാച്ച് ചെയ്യണം. അപ്പോൾ കുട്ടിക്ക് സബ്ജക്റ്റിലല്ല കോർ സ്ട്രെങ്ത് കിടക്കുന്നത്, മറ്റെന്തോ സ്കില്ലിലാണെന്ന് ഇരിക്കട്ടെ. ചിലപ്പോൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചിലപ്പോൾ നന്നായി പാട്ട് പാടും, ചിലപ്പോൾ നന്നായി വരയ്ക്കും, നന്നായി എഴുതും, സ്പോർട്സിൽ എന്തോ നല്ല ഇതായിരിക്കും. ഇനി ഇതൊന്നുമല്ല, നല്ല ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്. ഒരു ഈവൻ്റ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനേജ് ചെയ്യാൻ പറഞ്ഞാലോ അതിൽ എടുപിടിയും നിൽക്കും, ഇങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷേ കണക്കിൻ്റെ മാർക്ക് നോക്കിയാൽ അങ്ങനെയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ ആ കുട്ടി സബ്ജക്റ്റ് നോളജ് അല്ല, മറ്റ് സ്കില്ലുകളിലാണ് ആ കുട്ടി സൂപ്പറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സ്കിൽ സെറ്റുകളെ മുകളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ 11ാം ക്ലാസ് മുതൽ കുട്ടിയുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്തെടുക്കണം. പ്രൊഫൈൽ ബിൽഡിങ് ഈസ് ഗോയിങ് ടു ബി ക്രൂഷ്യൽ. അത് ഇനി അങ്ങോട്ട് ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം ഇതൊക്കെ വലിയ കാര്യമാണോ, ഞങ്ങൾ ഒരു കഷ്ണം പേപ്പറും കൊണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നവരാന്നൊക്കെ ചിലപ്പോൾ കേൾക്കുന്നവർ പറഞ്ഞേക്കാം. 5 years down the line നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ പ്രൊഫൈൽ, അതിപ്പോൾ ലിങ്ക്ഡിനിൽ നമ്മൾ ഇടുന്ന നമ്മുടെ പ്രൊഫൈൽ ആയിക്കോട്ടെ, നമ്മുടെ ഒരു പ്രൊഫൈൽ പ്രസൻറ്റ് ചെയ്യുന്ന ഇതിലായിക്കോട്ടെ, ഒരു ചെറുപ്പം മുതൽ നമ്മൾ എങ്ങനെ ആക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള നമ്മുടെ കഥയുണ്ടല്ലോ, അത് വളരെ ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യും. അത് നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ നമ്മൾ 11 മുതൽ ഇത് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം നമ്മൾ പറയുകയാണ് 11th എത്തിയപ്പോഴത്തേനും ഐ ഐഡൻറ്റിഫൈഡ് ദാറ്റ് മൈ കോർ സ്കിൽ വാസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾസോ മൈ ലീഡർഷിപ്പ് സ്കിൽസ് വർ ഗ്രേറ്റ്. സോ ഞാൻ 11th പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഐ ഡിഡ് എൻ ഇൻറ്റേൺഷിപ്പ് വിത്ത് XYZ കമ്പനി വിച്ച് ഹെൽപ്പ് മീ ടു ഗ്രൂം XYZ സ്കിൽസ് ഓഫ് മൈൻ. ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം, പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അത് 11th ഞാൻ ഇങ്ങനെ ചെയ്തു, 12th ഇങ്ങനെ ഇത് ചെയ്തു. ഡ്യൂറിങ് മൈ ഫസ്റ്റ് ഇയർ ഓഫ് ഗ്രാജുവേഷൻ ഐ മെറ്റ് A എന്ന് പറയുന്ന പേഴ്സൺ ഹു ഹെൽപ്പ് മീ വിത്ത് ഇന്ന കാര്യങ്ങൾ. അങ്ങനെ എടുത്തെടുത്ത് നമുക്ക് പറയുന്ന രീതിയിൽ വേണം നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ. അല്ലാതെ ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്, ഈ PhD വരെ കഴിഞ്ഞിട്ട് വന്നിരുന്നിട്ട് പറയുക മൈ നെയിം ഈസ് സോ ആൻഡ് സോ, ഐ ആം ഈസ് ബ്രോട്ട് അപ്പ് ഇന്ന സ്ഥലം, ആൻഡ് ദെൻ പിന്നെ ഐ ഡിഡ് മൈ ഗ്രാജുവേഷൻ ഇന്ന സബ്ജക്റ്റ്, ഐ ഡിഡ് മൈ PG ഇന്ന സബ്ജക്റ്റ്, മൈ PhD ഈസ് ദിസ്. ഇത് എന്ന് പറഞ്ഞ് കൈ കെട്ടിയിരിക്കുക. ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫിൻ്റെ ആൻസറാണിത്. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ പോയിൻറ്റ്, ഞാൻ പലപ്പോഴും ടോക്സിന് കോളേജസിൽ പോകുമ്പോൾ ഞാൻ കാണുന്നത് വളരെ എൻജിനീയേഴ്സാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസാണ്, പക്ഷേ കമ്മ്യൂണിക്കേഷനോ കോൺഫിഡൻസോ ഗ്രൂമിങ്ങോ, അതായത് ബേസിക് ഫിസിക്കൽ അപ്പിയറൻസ് പോലും ശ്രദ്ധിക്കാതെ വളരെയധികം ഇവരൊക്കെ നാളെ ഒരു ജോബിലേക്ക് ഇറങ്ങുമ്പോൾ സിറ്റുവേഷൻ വുഡ് ബി വെരി ബാഡ് ഫോർ ദം. യെസ്, അബ്സല്യൂട്ട്ലി. ഗ്രൂമിങ്ങിൻ്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട്? കമ്മ്യൂണിക്കേഷൻ റെലവൻ്റ് ആണ്. ഗ്രൂമിങ്ങും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും ബോഡി ലാംഗ്വേജും
വളരെ റെലവൻ്റ് ആണ്. ഞാൻ പറയും എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ തൊലിയുടെ നിറത്തിനെ വെച്ചിട്ട് നിങ്ങളെ കാണാൻ കൊള്ളില്ല ഈ ഡയലോഗ് അടിക്കരുത്. ഓക്കെ, നിങ്ങളെല്ലാവരെയും നല്ലതായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഈ ഡിഫറൻസ് വരുന്നത്. അതിലാണ് ഡിഫറൻസ് ഉള്ളത്. നമ്മൾ എത്രമാത്രം കെയർ ചെയ്യാൻ തുടങ്ങുന്നു അത്രയും നമ്മുടെ ബ്യൂട്ടി കാഴ്ചയിൽ ഒറ്റയടിക്ക് കാണുമ്പോൾ ഭംഗിയായിട്ടിരിക്കും. ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഒരു കെയറും ഇല്ലാതെ നിൽക്കുന്ന ഒരു ലേഡിയും ശരിക്കും നമ്മൾ സ്വയം നന്നായിട്ട് കെയർ ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് സലൂണിൽ പോയി മുടിയൊക്കെ വെട്ടി ചെയ്ത് ഒന്ന് പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുന്നവരും അവർ സ്കിൻ കെയർ ചെയ്യുന്നവരും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഇതിൽ തൊലിയുടെ നിറമല്ല. അപ്പം ആ ഒരു ഗ്രൂമിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അത് റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് ഗ്രൂമിങ് പക്കയാക്കുക. അത് ഈ പറയുന്ന ബ്യൂട്ടിക്ക് ആവശ്യമായ ഗ്രൂമിങ് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, എൻറ്റയർ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഗ്രൂംഡ് ആവാനുണ്ട്. അതൊരു പ്രോപ്പർ രീതിയിലായിരിക്കണം. ഒരാളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചിരിക്കണം, നമ്മുടെ കൈയും കാലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്, ഈ കാര്യത്തിനൊരു ക്ലാരിറ്റി വേണം. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺഫിഡൻസോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതും ലാംഗ്വേജ് എബിലിറ്റിയും രണ്ടാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് മാത്രം നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ മോശമാണെന്ന് വിചാരിക്കരുത്. ഭാഷയായിരിക്കാം പ്രശ്നം. That's right? A very important point you raised. English weak ആണെങ്കിൽ that does not mean that you're a poor communicator. Absolutely. ലാംഗ്വേജ് എബിലിറ്റിയും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും രണ്ടാണ്. ചിലപ്പോൾ നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, നിങ്ങളുടെ ബാരിയർ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇപ്പം ലാംഗ്വേജ് ഇന്നൊരു യൂണിവേഴ്സൽ ഇതിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചെടുക്കാൻ പറ്റുന്നിടത്തോളം പഠിച്ചെടുക്കുക. നമുക്ക് തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു അമേരിക്കൻ ആക്സൻറ്റിലൊന്നും സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് വേണ്ട. നമ്മൾ കോൺഫിഡൻസോടുകൂടി ആവശ്യമില്ലാത്ത ആക്സെൻറ്റിലൊന്നും പറയണ്ട. പക്ഷേ നമ്മൾ കോൺഫിഡൻസോടുകൂടി നമ്മുടെ മനസ്സിലെ ആശയങ്ങൾ കൺവേ ചെയ്യാനുള്ളൊരു സ്കിൽ സെറ്റിലേക്ക് നമ്മൾ വളർന്നേ പറ്റുള്ളൂ. അത് നമ്മൾ ഗ്രൂം ചെയ്തെടുക്കുക തന്നെ വേണം. അത് നിർബന്ധമായും ഗ്രൂം ചെയ്യണം. അത് ഓരോ പാരൻറ്റും ശ്രദ്ധിക്കണം. കാരണം ഏത് IIT-യിൽ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നിന്ന് നിങ്ങൾ ഫുൾ മാർക്ക് മേടിച്ചാലും ഇൻ്റർവ്യൂവിന് പോയി ഇരുന്നിട്ട് നിങ്ങൾ ആരാണ് എന്നുള്ളത് ഒരാളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഉണ്ടാക്കിയെടുത്തത് മുഴുവൻ വേസ്റ്റാണ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. തന്നെ ഇമെയിൽ, ഒരു ജോബിന് ആപ്ലിക്കേഷൻ നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ മെയിലിനകത്ത് സബ്ജക്റ്റ് ലൈൻ കാലിയാണ്, നോ സബ്ജക്റ്റ് എന്നാണ് കാണിക്കുക. അതായത് സബ്ജക്റ്റ് ലൈനിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഇന്നതെന്ന് എഴുതാനുള്ള ഇതില്ല. വെറുതെ അവരുടെ CV അറ്റാച്ച് ചെയ്ത് അങ്ങ് അയച്ചേക്കുക. And they are expecting the interviewer to give them a call back. And they are saying that ജോലി കിട്ടണില്ല. എങ്ങനെ ജോലി കിട്ടും? ആ കമ്പോസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഡിയർ സോ ആൻഡ് സോ എന്നെഴുതി ഒരു 4 ലൈൻ അടിക്കാനുള്ള സ്കില്ലില്ല. ചിലർ എവിടെ നിന്നോ കോപ്പി ചെയ്ത് മുഴുവൻ സാധനം സബ്ജക്റ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തിടും. അറിയാമോ? ഇതൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുവാണ്, ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആലോചിക്കുക, ഇത്രയൊക്കെ ഈ പിള്ളേർ പഠിച്ചിട്ട് ഈ ബേസിക് കാര്യം ഇവർക്ക് അറിയില്ല എങ്കിൽ എങ്ങനെയാണ്, ഏത് എംപ്ലോയറാണ് ഇവരെ ഹയർ ചെയ്തിട്ട് ഇത് മുഴുവൻ കുത്തിയിരുന്ന് പഠിപ്പിക്കാൻ പറ്റുക? ആരാ പഠിപ്പിക്കാൻ പോണേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ റിജക്ഷൻ വരില്ലേ? അപ്പോൾ ഈ സാധനങ്ങൾ ഇവർ പഠിച്ചെടുത്തിരുന്നു എങ്കിൽ അവർക്ക് കരിയറിൽ വേറൊരു ലെവലിലേക്ക് പോകാൻ പറ്റുമായിരുന്നില്ലേ? ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. പക്ഷേ വാട്ട് ദേ തിങ്ക് ഇസ് കോളേജിൽ പോകണു, സർട്ടിഫിക്കറ്റ് കിട്ടി, ഡിഗ്രിക്കാരായി, എംപ്ലോയബിലിറ്റി ആയി. ആ എംപ്ലോയബിലിറ്റിയിലേക്ക് അവർ വന്നിട്ടില്ല. അതിന് കുറേ സ്കില്ല് വേണം. അതിന് സ്പെൻഡ് ചെയ്യാൻ ആരും വില്ലിങ്ങും അല്ല. അത് വേറൊരു പോയിൻ്റാണ്. എത്രയോ ആളുകൾ ഞാൻ പറയും സ്പെൻഡ് ചെയ്യാൻ വില്ലിങ് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യണ്ട. യൂട്യൂബിൽ ഫ്രീ ക്ലാസ് കിടക്കണു. ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള 100,000 ക്ലാസ് യൂട്യൂബിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഇരുന്ന് കാണൂ. നിങ്ങളൊരു ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി, എനിക്ക് തോന്നുന്നു 1000, 2000, 3000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അവരുടെ അടുത്തൊരു 2 മണിക്കൂറായിട്ട് ഇരുന്നൊരു ക്ലാസ് എടുക്കും. നിങ്ങൾ അതിനൊരു വേസ്റ്റായിട്ട് കാണാതെ. അതൊരു സ്കിൽ ബിൽഡിംഗ് ആണ്, അതൊരു നെസസിറ്റിയാണ്. that brings me to the point, Sri, because വളരെ ഒരു ചെറിയൊരു സ്പേസിൽ നിന്ന് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് ശ്രീ. ഇതിലൊരു കോൺഫിഡൻസിൻ്റെ ഒരു ഇന്നേറ്റ് കോൺഫിഡൻസിൻ്റെ ഒരു കാര്യമുണ്ട്, വിച്ച് പ്രോബബ്ലി യു ഹാവ് ബിൽഡപ്പ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അതെങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്തത് ഫോർ യു പേഴ്സണലി, ആൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ഇന്നേറ്റ്ലി നമ്മൾ ഉള്ളിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക? ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ്? നമ്മൾ ഗ്രൂമിങ്ങോ പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്താലും ഈ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു വലിയ സംഭവം കിടപ്പുണ്ട്. അതെങ്ങനെയാണ് ബിൽഡപ്പ് ചെയ്യുക ഫ്രം യുവർ ലൈഫ് എക്സ്പീരിയൻസ് ആൻഡ് വാട്ട് യു സീ? അപ്പോൾ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വായിക്കേണ്ടി വരും.
അല്ല ഇനിയിപ്പം ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ വായന എന്ന് പറയുന്നത് പറ്റാത്ത കാര്യമായിരിക്കും, പോഡ്കാസ്റ്റ് കേൾക്കാമല്ലോ. എത്ര പോഡ്കാസ്റ്റുകൾ, നല്ല നല്ല പോഡ്കാസ്റ്റുകളുണ്ട്. എത്രയോ ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങൾ യൂട്യൂബിൽ ചുമ്മാ പറഞ്ഞിട്ടിട്ടുണ്ട്. ഇത് കേൾക്കാമല്ലോ നിങ്ങൾക്ക്. എൻ്റെ ചില സാധനം, ഇതൊക്കെ നിങ്ങൾക്കിങ്ങനെ പറയാം, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകൾക്ക് ഇതൊക്കെ ഇരുന്ന് പ്രസംഗിച്ചാൽ മതി, വായിൽ വെള്ളിക്കരണ്ടിയായി ജനിച്ചവർക്ക് ഇതൊക്കെ പറയാൻ സാധിക്കും, ഇങ്ങനെയൊക്കെയുള്ള കമൻസ് വരും. ഇപ്പം ഞാനിതെല്ലാം വായിച്ചിട്ട് പറയും, സീരിയസ്ലി നമ്മളെപ്പോഴും റോഡിലേക്ക് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങുമ്പോഴോ പോലും നമ്മുടെ കയ്യിൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ആരും വിളിക്കാനില്ല, ആരും വാട്സപ്പ് അയക്കാനുമില്ല, എന്നാലും നമ്മളിത് ഞോണ്ടും. ഇനി ഇതില്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മൾ പറയില്ലേ, ഒരു കാര്യമില്ലാത്തൊരു പുസ്തകം എടുത്ത് നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കും. ഓക്കെ, കാരണം ഇതെല്ലാം വിട്ട് എൻ്റെ 2 കൈകളും ഫ്രീ ആക്കി ആളുകളുടെ മുഖത്ത് നോക്കി നടക്കാൻ ഞാൻ ശീലിച്ചില്ല.